ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 55-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം ഓർത്തതുപോലെ ഏലിയുടെ വലിയ കുറവ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: ഏലിയുടെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്തായിക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ശാസിച്ചില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പ്രത്യുത ശാസിച്ച് അമർത്തിയില്ല എന്നുള്ളതാണ്. ഇന്നും അനേക ഭവനങ്ങളുടെ കുറവായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പറയേണ്ടുന്ന സമയത്ത് ആ കുറവിനെ ചൂണ്ടിക്കാണിക്കാതെ ഇരുന്നത് കൊണ്ട്, അമർത്തേണ്ട വിധത്തിൽ അമർത്താതെ ഇരുന്നത് കൊണ്ട് ഏലിയുടെ പുത്രന്മാരുടെ മേൽ ശാപകരമായ ശിക്ഷ വരുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് ഇസ്രയേലിനെ ആകമാനം ബാധിക്കുന്ന പാപമായിട്ട് അത് മാറുകയും ചെയ്യുന്നതും നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാർ എന്ന നിലയിൽ പ്രത്യേകിച്ച് മക്കളെ ശാസിക്കുക മാത്രമല്ല, ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ അതിനെ ശാസിച്ച് അമർത്തുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് കർത്താവ് വലിയ കുറവായി പാപമായി നമ്മോട് കണക്കിടും എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഏലിക്ക് കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതും ശരിയായിട്ടുള്ള വസ്തുതയാണ്. 13-ാം വാക്യം 4-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ച് അവൻ്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. വീണ്ടും 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതുക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു എന്ന് നാം വായിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോട് ബന്ധപ്പെട്ടും, രണ്ടാമതായിട്ട് അത് പിടിപെട്ടു ഇസ്രയേൽ പരാജയപ്പെട്ടു എന്നത് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ ഏലിയുടെ മരണത്തെയുമാണ് നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. അവൻ്റെ ചിന്ത ദൈവത്തിൻ്റെ പെട്ടകത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിൻ്റെ ലക്ഷണം ഇതാണ്: ദൈവിക വിഷയങ്ങളിന്മേലുള്ള ജാഗ്രത. ദൈവിക വിഷയങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ദൈവസഭയോടുള്ള അവൻ്റെ മനോഭാവത്തിൽ നിന്ന്, കർത്താവിൻ്റെ വേലയോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരുവൻ്റെ രക്ഷ എന്നുള്ള വിഷയത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നുള്ളതും ഇവിടെ മറഞ്ഞു കിടക്കുകയാണ്. ആത്മീയനായ ഒരു വ്യക്തിക്ക് ദൈവിക വിഷയങ്ങളിന്മേൽ വലിയ താല്പര്യമുണ്ടാകും. അവൻ്റെ ജീവിതത്തിൻ്റെ ഏതു മേഖലയിൽ അവനായിരുന്നാലും കർത്താവിൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ജാഗ്രതയും താല്പര്യവും അവൻ്റെ ഹൃദയത്തിൽ അഗ്നിയായിട്ട് കത്തി നിൽക്കുക തന്നെ ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അങ്ങൊരു ദൈവ പൈതലാണെങ്കിൽ അങ്ങയെ തന്നെ പരിശോധിക്കുവാനുള്ള സമയമാണിത്. അങ്ങ് ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? നാം വായിക്കുന്നത് പോലെ ഒരു ദൈവ പൈതൽ, ആത്മീയ കാഴ്ചപ്പാടുള്ള ഒരുവൻ, ആത്മീയനായി ജീവിക്കുന്ന ഒരുവൻ ചിന്തിക്കുന്നത് ഉയരത്തിലുള്ളതാണ്, സ്വർഗത്തിലുള്ളതാണ്. കാരണം അവൻ പോകേണ്ടുന്ന ഭവനം അവിടെയാണ്. അവൻ്റെ കർത്താവ്, രക്ഷിതാവ് വരുവാൻ പോകുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അങ്ങ് ചിന്തിക്കണം, ഏലിക്ക് അനേക കുറവുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. പക്ഷേ ഇത് ഒരു അനുകരണീയമായ കാര്യമായ ചിന്തയിലേക്ക് വന്നു. തൻ്റെ ചിന്ത
ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പെട്ടകം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്ന് വന്നപ്പോൾ അവൻ മരിക്കുന്ന സ്ഥിതിയും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എത്രമാത്രം കർത്താവിനോടുള്ള താല്പര്യമുണ്ടായിരുന്നുവെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ മക്കളോട് ബന്ധപ്പെട്ട് അവൻ പരാജയപ്പെട്ടു പോയ കാര്യവും നാം കാണുകയാണ്. ഇത് ഒരു മുന്നറിയിപ്പായി ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ തന്നെ ഫിനെഹാസിൻ്റെ ഭാര്യയെ നോക്കുക. അവളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അമ്മായിയപ്പനോടുള്ള സ്നേഹം അവൾക്കുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭർത്താവിനെ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിലേറെ ദൈവത്തിൻ്റെ പെട്ടകത്തെ, ദൈവത്തോടുള്ള അവളുടെ നിശബ്ദമായ സ്നേഹത്തെയും നമുക്ക് അവളുടെ മരണത്തോട് ബന്ധപ്പെട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അവൻ്റെ മരുമകൾ ഫിനെഹാസിൻ്റെ ഭാര്യ പ്രസവമെടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ എന്ന് തുടർന്ന ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുവാൻ കഴിയുന്നത് തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹമുണ്ട്, അമ്മാവിയപ്പനോടുള്ള സ്നേഹമുണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയപ്പോൾ അത് കേൾക്കുവാൻ ത്രാണിയില്ലാത്തവളായി അവൾ മരിച്ചു പോകുന്ന കാര്യവും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അവൾ തൻ്റെ മകന് പേരിടുമ്പോൾ ഈഖാബോദ് എന്ന് പറയുന്ന പേരാണ് ഇടുന്നത്. ഈഖാബോദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പൊയ്പോയി എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഉണ്ടായിരുന്നിട്ടും ഒരുപക്ഷെ തൻ്റെ ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും ഒക്കെ ഹീനമായ പ്രവൃത്തികൾ മുഖാന്തരം അത് പുറത്ത് വെളിപ്പെടുത്തുവാൻ കഴിയാതെ ഹൃദയത്തിൽ നെടുവീർപ്പിടുന്ന ഒരു സഹോദരിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സഹോദരിയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഇതാ അവൾക്കുള്ള സ്നേഹവും വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോ എന്നുള്ളത് ജീവിതത്തിൽ വെളിപ്പെടേണ്ടുന്ന വസ്തുതയാണ്. അങ്ങയുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുകയും അത് കർത്താവിൻ്റെ മുൻപാകെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന അനേക ആളുകൾ ദൈവത്തെ സ്നേഹിക്കാത്തവരാണ് എന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല ഹൃദയം അങ്ങേക്കുണ്ടാകണം, എനിക്കുണ്ടാകണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ചോദിക്കട്ടെ, അങ്ങ് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ വെളിപ്പെടുന്ന വിഷയമാണോ? ജീവിതത്തിൽ പുറത്തേക്ക് വരുന്ന വിഷയമാണോ? ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആദ്യത്തെ പടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവ പൈതലായി തീർന്ന് ജീവിതം യേശുവിന് കൊടുക്കുക എന്നുള്ളതാണ്. കാൽവറി ക്രൂശിൽ പ്രാണൻ തന്ന കർത്താവിനോട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് തിരികെ പറഞ്ഞ് ജീവിതത്തിൻ്റെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാനായിട്ട് അങ്ങേക്ക് സാധിക്കണം. അതിനായിട്ടും ദൈവം തമ്പുരാൻ അങ്ങയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.